മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നത് 3 തരത്തിലാണ്. ഒന്ന് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നതും, രണ്ടാമത്തേത് അൽ-ഔസാഫു ബിത്തസ്യീൻ എന്ന് പറയുന്നതും, മൂന്നാമത്തേത് അൽ-ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നതുമാണ്. ഒന്ന് തഹ്സീനാത്തുകൾ പറയാ എന്ന് പറഞ്ഞാല് ഭംഗിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെക്കുറിച്ച് പറയലാണ്. തസ്യീൻ എന്ന് പറയുന്നത് പോരിശകൾ പറയലാണ്. തംകീൻ എന്ന് പറഞ്ഞാൽ നമ്മളും മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയലാണ്. 3 നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് അൽ-ഔസാഫു ബിത്തഹ്സീൻ, തഹ്സീനാത്തുകളെ കുറിച്ച് പറയാം. തഹ്സീൻ പറയാന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് തഹ്സീൻ എന്ന് പറയുന്നത്. അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറഞ്ഞാല് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നതിനാണ് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ സമ്പൂർണമായ രൂപമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നബിന്റെ നീളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഒറിജിനൽ നീളം. ഒരു മനുഷ്യന്റെ കയ്യിന് എത്ര വലിപ്പം ഉണ്ടാവണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നബി തങ്ങളുടെ കയ്യിന് എത്ര വലിപ്പമാണോ അതാണ് മനുഷ്യന്റെ കയ്യിന്റെ വലിപ്പം എന്നതാണ്. മനുഷ്യന്റെ ഒറിജിനൽ കളർ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളർ എന്താണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കളർ. വെളുപ്പ് കലർന്ന, ചുവപ്പ് കലർന്ന, വെളുപ്പ് നിറം എന്ന് നമ്മളെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത ശരീരമാണ്. അതിൽ സ്വർണത്തിന്റെ കളർ കൂടിയിട്ടുണ്ടായിരുന്നു. അതാണ് ചുവപ്പ് കലർന്ന വെളുത്ത നിറം എന്ന് പറയുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, നബി തങ്ങളെ കിനാവിൽ കാണാൻ ഏത് സ്വലാത്താ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനതിന് പറഞ്ഞ മറുപടി സ്വലാത്ത് അല്ലലും 4ാമത്തെ കാര്യമാണ്. അതിന്റെ മുന്നേ 3 കാര്യം ചെയ്യാനുണ്ട്. 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് 4ാമത്തത് സ്വലാത്ത് അല്ലലാണ്. അപ്പൊ ആദ്യമായി ഉണ്ടാവേണ്ടത് ഒരാളെ കിനാവിൽ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാകാൻ ആവശ്യമായ അറിവുണ്ടായിരിക്കണം. അതാണ് ആദ്യം. അതിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ കുറിച്ച് പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലെങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവി എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നടന്നിരുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഇങ്ങനെ ആദ്യം വേണ്ടത് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കലാണ്. അതിന് ശമാഇലുകൾ എന്നാണ് പറയുന്നത്. ശമാഇലുകൾ, ദലായിലുകൾ, ഫളായിലുകൾ, ഖസായിസുകൾ, ഇങ്ങനെ 4 എണ്ണമാണ്. ഒന്നാമത്തേത് ശമാഇൽ, മുത്തുനബിയുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിക്കുക. രണ്ടാമത്തേത് ദലായിലുകൾ, നബുവത്തിന്റെ തെളിവുകൾ പഠിക്കുക. മൂന്നാമത്തേത് ഖസായിസുകൾ, മുത്തുനബിയുടെ പ്രത്യേകതകൾ പഠിക്കുക. 4ാമത്തേത് ഫളായിലുകൾ, നബി തങ്ങളുടെ പോരിശകൾ പഠിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അപ്പോഴാണ് നബി തങ്ങളെ കാണാൻ പറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അവസരം തരട്ടെ.
ഉറക്കത്തിൽ കാണാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരാന്നാണ് നബി തങ്ങളെ ഉണർച്ചയെ തന്നെ കാണുന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൽ മാത്രമൊന്നല്ല, ഉണർച്ചയിൽ തന്നെ കാണുമെന്ന്. അതിനു വേണ്ടത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അതിൽ ഒന്നാമത്തേത് ശമാഇലുകൾ പഠിക്കലാണ്. നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ ഉള്ളിലെ വെളുപ്പ് ശക്തമായ വെളുപ്പും ആ വെളുപ്പിന്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു, കണ്ണ് വെള്ളാരം കല്ലിന്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബിയുടെ കണ്ണ് അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമാഇലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാല്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് പഠിച്ചാലാണ് കണ്ടത് നബിയാണോ അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാൻ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കും. ഒന്നാമത്തെ കാര്യം അതാണ് നബി തങ്ങളുടെ ശരീരം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അധികം നീളമുള്ള ആളോ കുറിയ ആളോ അല്ല, ഒത്ത ശരീരപ്രകൃതമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് നബി തങ്ങളെ കിനാവിൽ കണ്ടു, നല്ല തടിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ കണ്ടാൽ തടിച്ചിട്ടാന്ന് പറയാൻ കഴിയൂല. നേരെ ഓപ്പോസിറ്റും പറ്റൂല. ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫ നബി തങ്ങൾ മെല്ലിച്ച ആളല്ല. ഇനി അധികം നീളമുള്ള ആളോ കുറിയാളോ അല്ല. ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, നബി നീണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം നബി തങ്ങളെ കണ്ടാൽ ഒരാൾക്ക് ഒരു നീളമുള്ള ആളാന്ന് പറയാൻ കഴിയൂല. എന്നാൽ നബി തങ്ങൾ കുറിയാളാണെന്ന് പറയാനും കഴിയൂല. ഇതാണ് ശമാഇലുകൾ പഠിക്കൽ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു. അങ്ങിങ്ങായി ഓരോ രോമങ്ങൾ നിരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ പെട്ടതിനാൽ കാണൽ പതിവുണ്ടായിരുന്നില്ല. അടുത്ത ആൾക്കാർക്ക് എണ്ണാൻ പറ്റും. 20-ൽ താഴെ മുടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരാള് പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുടിയൊക്കെ പാറ്റ നരച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനായും പഠിക്കണം. അല്പം നീണ്ടതും അഗ്രഭാഗം വളഞ്ഞതുമായ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വട്ടത്തിലുള്ള മുഖമായിരുന്നു ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷണമൊത്ത ചെവികളാണ് നബി തങ്ങൾക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് ബാക്കിലേക്ക് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മുകളിൽ തലപ്പാവ് ധരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരമായ രീതി. ഇടയ്ക്ക് അപൂർവമായി മുത്തുനബി തൊപ്പി മാത്രവും ധരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു, മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്നിട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണ തേച്ച് വാർന്നിടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുതന്നെ തൊപ്പി ധരിക്കൽ പതിവുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുപ്പായം ധരിക്കാതെ ആരും കാണൽ പതിവില്ല. നബി തങ്ങളുടെ ശരീരം ആരും കാണൂല. പരിശ്രമിച്ച ആളുകൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കമീസ് ധരിക്കാതെ നബി തങ്ങൾ നടക്കാൻ പതിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, കുപ്പായിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കണം.
നബിതങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്അമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരങ്ങളായിരുന്നു നബിതങ്ങൾക്കുണ്ടായിരുന്നത്. യഫ്ഹമുഹു, അതിനെ മനസ്സിലാക്കും, കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കും. കുട്ടികൾ കേട്ടാൽ അവർക്കും മനസ്സിലാവും, മുതിർന്നവർ കേട്ടാൽ അവർക്കും മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് നബിതങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനോട് എന്തോ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, ഓൻ കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബിയുടെ സംസാരം മനസ്സിലാകാതിരിക്കുകയില്ല എന്നത് അവിടുത്തെ പ്രത്യേകതയാണ്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ എല്ലാവരും കാണുന്ന തരത്തിൽ അല്പം ഉയരത്തിൽ ഇരിക്കലായിരുന്നു പതിവ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു ഒരു റൂമിൽ വാതിലിന്റെ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഓൻ കണ്ടത് നബിനല്ലാന്ന്. കാരണം നബി അങ്ങനെ ഇരിക്കൂല, അത് നമ്മളെ ഇരിക്കുള്ളൂ. വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിൽ നമ്മൾ ഇരിക്കുക. നബി തങ്ങൾ അങ്ങനെ ഇരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ കാണൂല. ഇതാണ് ശമായിലുകൾ പഠിക്കൽ. ഇങ്ങനെ പുണ്യനബിയുടെ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഒരു ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയുള്ള നടത്തമായിരുന്നു. നബി തങ്ങൾ നടക്കുന്നത് കണ്ടാൽ കുന്നിറങ്ങി വരുന്നത് പോലെയാണ്. മുൻവശത്തേക്ക് അല്പം കുനിഞ്ഞ് സ്പീഡിലുള്ള നടത്തം, അതാണ് കുന്നിറങ്ങി വരുന്ന നടത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നബി തങ്ങൾ നടന്നിരുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന്. കാരണം മുത്തുനബി ബാക്കിലേക്ക് കൈ കെട്ടി നിൽക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ. ഒന്നാമത്തത് അതാണ് പഠിക്കേണ്ടത്. ആദ്യം പഠിക്കേണ്ടത് ശമാഇലുകളാകുന്നു. അപ്പൊ അതിലെ നടത്തം, ഇരുത്തം, സംസാരം, സമീപനം, രീതികൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായാൽ നബി തങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തതാണ് ഫളായിലുകൾ എന്ന് പറഞ്ഞത്, പ്രത്യേകതകൾ, മറ്റുള്ളവർക്കില്ലാത്തതും നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതുമായ കാര്യങ്ങൾക്കാണ് ഫളായിലുകൾ എന്ന് പറയുന്നത്. വേറെ ആർക്കും ഇല്ലാത്തതും നബിതങ്ങൾക്കുള്ളതും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ വിശ്രമിക്കലും കിടന്നുറങ്ങലും പതിവുണ്ട്. ഉറങ്ങുമ്പോൾ മുസ്തഫ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കും. ആ വിയർപ്പ് ഇങ്ങനെ കൈകൊണ്ട് വടിച്ചെടുത്ത് കുപ്പിയിലായി ഞാൻ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അത് സുഗന്ധമായി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ടായിരുന്നു. മറ്റുള്ളവർക്കില്ലാത്തതും നബിതങ്ങൾക്കുള്ളതുമായ കാര്യങ്ങൾക്കാണ് ഫളായിലുകൾ, പോരിശകൾ, പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇനി ഖസായിസുകൾ എന്ന് പറഞ്ഞാല് ഫളായിൽ തന്നെയാണ്, പക്ഷേ അതിന് പ്രത്യേകത ഉണ്ട്. മറ്റൊരാൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ് ഖസായിസ്. ഫളായിൽ വേറുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, ഖസായിസ് പറ്റൂല. ഉദാഹരണം പറയാം, എല്ലാവർക്കും 4 വിവാഹങ്ങൾ വരെ കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. വഹാദാ മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഖസായിസ് എന്ന് പറയുന്നത്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ മുസ്ലിം സൈന്യത്തിന് പിന്തിരിഞ്ഞു പോരാം എന്നാണ് നിയമം.
ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമപ്രകാരമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ മുസ്ലിം സൈന്യത്തിന് പിന്തിരിഞ്ഞു പോരുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ നബി തങ്ങൾക്ക് പോരാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും പോയപ്പോൾ നബി തങ്ങൾ മുന്നോട്ട് തന്നെ പോയത്. അതുകൊണ്ടാണ് അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. നമ്മളെ മരിക്കുമ്പോ നമുക്ക് വല്ല 10 സെന്റോ 20 സെന്റോ 30 സെന്റോ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിച്ചെടുക്കാൻ പറ്റും. മരണത്തിന് ശേഷം 5 സെന്റ് എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് ഓഹരി ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ വഫാത്താവുമ്പോ ഏതാനും സമ്പത്ത് ബാക്കിയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്ന മോള് ജീവിച്ചിരിപ്പുണ്ട്. മകൾക്ക് അതിൽ നിന്ന് ഒന്നുപോലും ലഭിച്ചില്ല. മുഴുവനായും ബൈത്തുൽ മാൽ എന്ന പൊതുഖജനാവിൽ അടച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തിൽ മക്കൾക്ക് അനന്തരമില്ല. വഹുവ മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാകുന്നു. ഇതിനാണ് ഖസാഇസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ശമായിലുകൾ, ഫളായിലുകൾ, ഖസായിസുകൾ, ഇനി ഒന്ന് ബാക്കിയുള്ളത് ദലായിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നതിന്റെ തെളിവുകൾ. അർസല അംബിയാ ദവി ഫാതാന ബിസ്ദിഖി വത്തബലീഗി വൽ ആമാന. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ്. അർസല അംബിയാ, അംബിയാക്കളെ അല്ലാഹു അയച്ചിരിക്കുന്നു. അർസല അംബിയാ ദവി ഫതാന, ഒന്നവർ അപാരമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപാരമായ ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു. രണ്ടാമത്തേത് ബിസ്ദിഖി, സത്യസന്ധതയുടെ ആളായിരുന്നു. മൂന്നാമത്തേത് അമാനത്ത്, വിശ്വസ്തതയുടെ ആളായിരുന്നു. നാലാമത്തേത് തബ്ലീഗ്, എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കണ്ണു കാണാത്ത സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ നബി തങ്ങൾ വേണ്ടത്ര പരിഗണിച്ചില്ല. അല്ലാഹു തആല ആക്ഷേപിച്ച് ഖുർആനിൽ പറഞ്ഞു, അബസ വതവല്ല അൻ ജാഅഉൽ അഅ്മാ. വേണമെങ്കിൽ നബി തങ്ങൾക്ക് അത് ആരോടും പറയാതിരുന്നാ മതി. അങ്ങനെ ഒരു വഹയുണ്ട്, നബി പറയാതെ ആരും അറിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാം. അത് നബി തങ്ങളെ ആക്ഷേപിച്ചതാണെങ്കിലും പറയും. അതാണ് തബ്ലീഗ്. എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവനാണ് എന്നത് മുസ്തഫ നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തേത് സിദ്ഖാണ്, സത്യസന്ധതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖ്, സത്യസന്ധത എന്ന് പറഞ്ഞാല് 40 വയസ്സിൽ നബുവത്ത് കിട്ടിയതിന്റെ ശേഷം 23 കൊല്ലം മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല. 40 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ 23 കൊല്ലാണ് ജീവിച്ചിട്ടുള്ളത്. 40 വയസ്സ് മുതൽ 23 കൊല്ലം അഥവാ 63 വയസ്സ് വരെ നബി തങ്ങൾ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ല. സാധാരണ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങാറുള്ളത് 1.5 വയസ്സിലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ ലോകത്ത് ആകെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചിട്ടൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ മാത്രമേ ഉലകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദലായിലുകൾ, നബിയാണെന്നതിന്റെ തെളിവുകൾ. അതിനാണ് ദലായില് അറിയാം. ജബൽ അബൂ ഖുബൈസ് എന്ന മലമുകളിലേക്ക് ജബലുൻ നൂർ പർവതത്തിന്റെ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചപ്പോ അബൂ ഖുബൈസ് മലയുടെ മുകളിലേക്ക് തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഖുബൈസ് മല എന്ന് പറഞ്ഞാല് ഉംറക്ക് പോയ ആളുകൾക്കറിയാം, പാലസ് നിൽക്കുന്ന കഅബന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോ പിന്നെ ബാബു മലിക് അബ്ദുൽ അസീസ് വഴിയാണ് കഅബയിലേക്ക് കയറുക, തവാഫ് ചെയ്യാൻ വേണ്ടി കയറുക. ആ കയറണേന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു മല ഉണ്ട്, ഒരു പാലസ് ഉണ്ട്. ആ പാലസ് നിൽക്കുന്ന മലയാണ് അബൂ ഖുബൈസ് മല.
അതിന്റെ ഒരു സൈഡില് ആമിന ബിയുടെ വീട് എന്ന നബി തങ്ങൾ പ്രസവിക്കപ്പെട്ട വീടുണ്ട്. മറ്റൊരു സൈഡിൽ ബിന്ദാവൂദ് ബിൽഡിംഗ് എന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിൽക്കുന്ന സ്ഥലമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം. എന്ന് പറഞ്ഞാല് അബൂ ഖുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾതാമസമുള്ള സ്ഥലമാണ്, അല്ലാതെ കാട്ടിലല്ല. ആ മലന്റെ മേലേക്ക് തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ 40 വയസ്സിന് മുമ്പ് ഉള്ള സാഹചര്യമാണ് നീ പറഞ്ഞാൽ. കാരണം അബൂ ഖുബൈസ് മലന്റെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു ശത്രു സൈന്യം വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാന്നാ ചോദിച്ചത്. നീ പറഞ്ഞാൽ വിശ്വസിക്കാം, കാരണം ജനിച്ചിട്ട് പിന്നൊരിക്കലും നബി തങ്ങൾ കഥ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദലീൽ. നബി തങ്ങളുടെ സ്വഭാവം അവിടുത്തെ മുഅ്ജിസത്താണ്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽ പെട്ടതാകുന്നു. ഇങ്ങനെ ദലായിലുകൾ, അപ്പോ ഫളായിലുകൾ, ശമായിലുകൾ, ഫളായിലുകൾ, ദലായിലുകൾ, ഖസായിസുകൾ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതാണ് ആദ്യം വേണ്ടത് നബി തങ്ങളെ കിനാവ് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി എവിടുന്ന അത് പഠിക്കാന്ന് ചോദിക്കാതിരിക്കാനാണ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണാൻ ഒരാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നബി തങ്ങളെ കിനാവ് കാണണമെന്ന് ശക്തമായി ആഗ്രഹിക്കണം. അതിന് നമ്മള് പൂതിയൊക്കെ എന്ന് പറയും. ആ കണ്ടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാണൂല. കണ്ടേ പറ്റൂ എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അവൻ കണ്ടിരിക്കും. അത് ഈ കാര്യം മാത്രല്ല, ഏത് കാര്യം അങ്ങനെയാണ്. ഒരാൾക്ക് കുവൈത്ക്ക് പോയേ പറ്റൂ എന്ന് ആഗ്രഹമാണെങ്കിൽ ഓൻ രാത്രി പോവുമല്ലോ, ഉറക്കത്ത് പോവും. വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, യുദ്ധം പ്രശ്നമല്ല. ഓൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ തന്നെ വരും. സമയം 1/2 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ എന്ന് മാത്രം പോവും. ആഗ്രഹം ശക്തമാണെങ്കിൽ ഏത് കാര്യവും ഉറക്കത്തിൽ നേടിയിരിക്കുമെന്നതാണ്. അതിനാൽ രണ്ടാമത്തെ കാര്യം, അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. കാണാണെങ്കിൽ കണ്ടോട്ടെ എന്നൊന്നും വിചാരിച്ചോണ്ടൊന്നും കാണൂല. എനിക്ക് എന്തായാലും കാണണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്നതാണ് കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു യാനബി എല്ലാവരും ചെല്ലോ, എന്റെ ഒപ്പം ചെല്ലോന്നായിക്കണം. ഒരു യാനബി എല്ലാവരും ചെല്ലോ എന്റെ ഒപ്പം. വെറുതെ അല്ല പോലെ കസാലയിലൊന്നും ഇരുന്ന് ഇളകിയിട്ട് ഇവിടെ ചതിലൊടിച്ച എന്താ വന്നേക്കിന് ഉറച്ചിരുന്നതാണ്. എല്ലാരും ഇളകിയിട്ടില്ല. എന്നാ ശരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇനി ഒരു വരി എല്ലാവർക്കും അറിയാലോ. അഷ്റഖ ഒരു വരി, അതിന്റെ ഒപ്പം ചെല്ലുക എല്ലാവരും. അശ്റഖൽ ബദ്റു അലൈനാ ഫഖതഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ്
സ്വലവാത്തുല്ലാഹി അലൈക്കും. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണാൻ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് നബി തങ്ങളുടെ ശരീരം പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം അതിശക്തമായ ആഗ്രഹമുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം ഈ കിനാവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ യാത്രയാണ്. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ റൂഹ് ഹയാത്തല്ല, ജീവനല്ല, ആത്മാവ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ ആത്മാവിനുണ്ടാകുന്ന അനുഭവങ്ങളാണ് കിനാവ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവ്, ജീവനല്ലട്ടോ, ജീവന് ഹയാത്ത് എന്നാ പറയാ, അള്ളാഹുവിങ്കൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ നിക്ഷേപത്തിനാണ് റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് അള്ളാഹുവിന്റെ ഹദീറത്തുൽ ഖുദുസ് എന്ന പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ റൂഹിനുണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് കിനാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അതുപോലെ മലക്കുകൾ എല്ലാവരും രാത്രി സമയങ്ങളിൽ മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രമാകുന്നു മദീന. ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മദീനയാണ്. രാത്രിയിൽ മുഖദ്ദസായ പരിശുദ്ധമായ റൂഹുകള്, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ അർവാഹുകള്, സ്വാലിഹീങ്ങളായ ജിന്നുകള്, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകള് എല്ലാവരും രാത്രിയിലെ പരിശുദ്ധമായ മദീനയിലേക്ക് യാത്ര ചെയ്യും. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കൂടി അതിന്റെ കൂടെ യാത്ര പോകുന്നതിനാണ് നബി തങ്ങളെ കിനാവ് കാണുക എന്ന് പറയുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പ് ഉറങ്ങിയിരിക്കേണ്ടതാണ്. കാരണം സ്വാലിഹീങ്ങളുടെ ആത്മാവുകളും സ്വാലിഹീങ്ങളായ ജിന്നുകളും മുഖദ്ദസായ മലക്കുകളും മദീനയിലേക്ക് യാത്ര പോകുന്നത് രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പാകുന്നു. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കണം അന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെങ്കിലും രാത്രി പകുതിയാവുന്നതിന് മുമ്പായി ഉറങ്ങിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. കാണാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് മൗലിദ് കിതാബിലുണ്ട്, അതുപോലെ പല സ്ഥലത്തുണ്ട് സ്വലാത്ത്. ആ സ്വലാത്താവാം, ഞാൻ തന്നെ ഇക്കോണമെന്നൊന്നുമില്ല. ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടാവണം. ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടെങ്കിൽ സ്വലാത്ത് ഏതാന്നുള്ളതൊന്നും പ്രശ്നമല്ല, കാണുമെന്നതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കാണാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമാണ് ശമാഇലുകൾ, നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തഹ്സീൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. മദ്ഹുൻ നബി 3 തരത്തിലാണെന്ന് പറഞ്ഞല്ലോ. 1 അൽ ഔസാഫു ബിത്തഹ്സീൻ, 2 അൽ ഔസാഫു ബിത്തസീൻ, മൂന്നാമത്തേത് അൽ ഔസാഫു ബിത്തംകീൻ. അങ്ങനെ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയലാണ്. രണ്ടാമത്തേത് അൽ-ഔസാഹു ബിത്തസീനാണ്, ഭംഗിയെ കുറിച്ച് പറയലാണ്. ആദ്യം ശരീരം എങ്ങനെയാണെന്ന് ആ ഹഖായിഖുൻ നഫ്സിനെ കുറിച്ച് പറയാം. രണ്ടാമത്തേത് ഭംഗിയെ കുറിച്ച് പറയാം. ഉമിനീരിനും നന്നായി സൗരഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരിന് സുഗന്ധമുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പറയാം.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് പനനീർ പോലെയുള്ള സുഗന്ധമായിരുന്നു. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച ആളായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് എന്നവർ മരണപ്പെട്ടപ്പോൾ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ച എളാപ്പാന്റെ കൂടെ പോകുമ്പോ നബി തങ്ങളെ കൊണ്ടോണോ തറവാട്ടിൽ നിർത്തണോ എന്ന തർക്കമുണ്ടായി. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 10 കൊല്ലം അനസ് റളിയല്ലാഹു നബി തങ്ങളുടെ അടുക്കൽ കഴിഞ്ഞുകൂടി. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ ചുവന്ന പനനീർ പൂവിന്റെ വാസനയുണ്ടായിരുന്നു എന്നാണ്. ചെറിയ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിപ്പത്തിൽ പോലും കവിളിൽ തൊട്ടിട്ട് വാസനിച്ചാൽ റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നതിന്റെ കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളും. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിൽ വന്നാല് അല്പസമയം ഇരുന്നാല് എഴുന്നേറ്റ് പോയതിനു ശേഷം ആ സദസ്സിൽ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടായിരുന്നു. ഒരു പ്രത്യേകമായ സുഗന്ധം ഉണ്ടാവും. ഇതിങ്ങനെ എല്ലാരും കണ്ടു, എല്ലാരും മനസ്സിലാക്കി, എല്ലാവരും അറിഞ്ഞു. ആളുകൾക്ക് അജബായി, അത്ഭുതമായി. ഒരിക്കൽ ആളുകൾ ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് എപ്പോൾ ഏത് സദസ്സിൽ വന്നാലും അല്പസമയം ഇരുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം അവിടെ ഒരു സുഗന്ധം പരക്കുന്നുണ്ട്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഈ അനുഭവം എനിക്കും പല പ്രാവശ്യം ഉണ്ടായിട്ട് ഞാനത് മൂപ്പരോടന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ മറുപടി എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഒരിക്കൽ കാലും ഒരു തേനീച്ച കടിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ കാലിൽ ഒരിക്കൽ ഒരു തേനീച്ച കടിച്ചു. വേദന കൊണ്ട് ഞാനിങ്ങനെ പുളഞ്ഞപ്പോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുപോയി. നബി തങ്ങൾ എന്റെ ആ തേനീച്ച കടിച്ച സ്ഥലത്ത് ഒന്നിങ്ങനെ കൈകൊണ്ട് തടവി തന്നു. അതിനുശേഷം ഞാൻ ഏത് സദസ്സിൽ ഇരുന്നാലും ഞാൻ എഴുന്നേറ്റ് പോയാൽ അവിടെ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടെന്ന് സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് അൽ-ഔസാഉ ബിത്തസീം. ഇന്ന ബൈതൻ അൻത സാഖിനുഹു ലൈസ മുഹ്താജൻ ഇലാ അസ്റുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس بالحجج صلي رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج. അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ന ബൈതൻ അൻത സാക്കിനുഹു, ഏതെങ്കിലും ഒരു വീട്ടിൽ നബിയെ നിങ്ങൾ താമസിച്ചാൽ ലൈസ മുഹ്താജൻ ഇല സുർജി, ആ വീട്ടിൽ വിളക്കിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല. കാരണം നബി തങ്ങൾ തന്നെ പ്രകാശമായിരിക്കും. ഏതെങ്കിലും ഒരു രോഗിയെ നബിയെ നിങ്ങൾ സന്ദർശിച്ചാൽ
ഖദ് അതാഹു ബിൽ ഫറജി. ഉടനെ തന്നെ രോഗം മാറും. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രോഗം പിടിപെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾ രോഗിയായി കിടക്കുകയാണെന്ന് മനസ്സിലായി. ഉദാഹരണം പനി എന്ന് പറയാം. നബി തങ്ങൾ പനിച്ചിടക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായ സമയം മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലത്തെ പനിയുണ്ട് തുടങ്ങി. അതിനാണ് ഇഷ്ക് എന്ന് പറയാം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി പനിച്ചു കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനി മാറി, പള്ളിയിൽ വരാൻ തുടങ്ങി. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് പനിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടിയും കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയും കാണാൻ പോകുക. സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസം കാണാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. സ്ഥിരം കാണുന്ന ഒരാളെ 3 ദിവസം കണ്ടില്ലെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ തെരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറിയിട്ട് മൂപ്പര് നീച്ചു. നബിനെ കാണേണ്ട താമസം അസുഖം മാറിയിട്ട് നീച്ചിട്ട് ഒരു പാട്ട് പാടി, ഒരു ബൈത്ത്, ഒരു കവിത ചൊല്ലി. നബിയെ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. എന്റെ മനസ്സിന്റെ വിഷമം കാരണം മരിദൽ ഹബീബു ഫഅതുഹു ഫമരിദതു മിൻ നസഫി അലൈ ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈ. മരിദൽ ഹബീബു, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫഅതുഹു, അപ്പോൾ ഞാൻ നബി തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫമരിദതു, എനിക്കും ദണ്ണം തുടങ്ങി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടപ്പോൾ. മിൻ അസഫി അലൈഹി, മനസ്സിന്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ പനി മാറി. ഫസാറനി, നബി തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടതിനാൽ. രോഗിയാം നബിയോരാരീഗത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. അപ്പൊ ഇതാണ് അൽ-ഔസാഹു ബിത്തസീൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറയലാണ്. സൗന്ദര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആള് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കുന്നതിനനുസരിച്ച് കൂടുന്ന സൗന്ദര്യമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. നമുക്ക് നോക്കുന്നതിനനുസരിച്ച് കുറയുന്ന സൗന്ദര്യമാണ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ നേർ പകുതി നൽകിയിട്ടുള്ള ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് താരീഖിലുണ്ട്. നല്ല സൗന്ദര്യമായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിച്ചേർന്നു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സമ്മതിക്കാതെ പുറത്തിറങ്ങി. ഈ സംഭവം ആളുകൾക്കിടയിൽ പരസ്യമായപ്പോ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലെ വലിയ ഒരു സൽക്കാരം വിളിച്ചു. മിസ്റിലെ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടി, ആക്ഷേപിക്കുന്നവരും ആക്ഷേപിക്കാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ചെത്തിത്തിന്നാൻ പറ്റുന്ന ഒരു പഴവും കയ്യിൽ ഒരു കത്തിയും കൊടുത്തു. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സദസ്സിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ പോയി ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ നിന്നപ്പോഴേക്ക് സ്ത്രീകൾ ഒരു വിരൽ ഛേദിച്ചിരുന്നു എന്നാണ്. യൂസുഫ് നബി അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിരൽ ചെത്തിയിട്ടില്ല. അതിന്റെ
കാരണം ആദ്യം കാണുമ്പോഴുള്ള ഭംഗി പിന്നെ കാണുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി എന്ന് പറയുന്നത്. 18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ നല്ല ഉറപ്പുണ്ടാവും. 20 അത്ര തന്നെ ഉണ്ടാവില്ല. 30 പിന്നെയും കുറയും, 40 വീണ്ടും കുറയും, 50 പറ്റ കുറയും, 60 ഇനി പറയാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇതാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. നബി തങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നതിനനുസരിച്ച് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. 10 കൊല്ലം നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ആളാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. 10ാമത്തെ കൊല്ലവും മുഖത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അനസേ മാ ബാലുക യാ അനസ്, എന്താ അനസേ, എത്താനസേ എന്റെ പൂതി എന്ന് ചോദിച്ചു. എത്തണ്യാന്റെ പൂതി എന്താ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചു. മാ ബാലുക യാ അനസ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മളെല്ലാരും മഹ്ശറയിൽ എത്തിയിട്ട് സ്വർഗാവകാശികളായാൽ തന്നെയും ഞാൻ എവിടെങ്കിലും നിങ്ങൾ വലിയ ദർജയിലല്ല ഉണ്ടാവുക, അപ്പൊ നിങ്ങളെങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ പരമാവധി ആസ്വദിക്കുകയാണ്. അപ്പോൾ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു വഹി അറിയിച്ചു, സ്വർഗത്തിൽ എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന വിവരം അവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി താരീഖിൽ ഉണ്ട്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണുന്നതിനനുസരിച്ച് ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. ഇത് പറയുന്നതിനെയാണ് അൽ-ഔസാഉ ബിത്തസീൻ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കാര്യം അൽ-ഔസാഉ ബിത്തംകീൻ ആണ്. അൽ-ഔസാഉ ബിത്തംകീൻ എന്ന് പറഞ്ഞാല് നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയലാണ്. നബി തങ്ങൾ എന്റെ ജീവനാണ്, മുത്തുനബി എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ പിതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, എന്റെ മാതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയുന്നതിനാണ് അൽ-ഔസാഉ ബിത്തംകീൻ എന്ന് പറയുന്നത്. അൻത ഉമ്മുൻ അമ്മാബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത ഉമ്മുൻ, നബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ്. അം അബുൻ, ഉമ്മ മാത്രല്ല നിങ്ങൾ ഞങ്ങളുടെ വാപ്പയാണ്. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രല്ലേ കഴിയുള്ളൂ, വാപ്പയാവാൻ കഴിയൂലല്ലോ. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. എന്നാൽ നമ്മുടെ ഉമ്മയും വാപ്പയുമാകാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിമ ബീവി വാപ്പാനെ വിളിക്കൽ ഇന്റെ വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പാനെ വിളിക്കലേ പാന്നല്ല, പിന്നെന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മള് നല്ലൊരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, നല്ലൊരു പുതിയ വീട്, നല്ലൊരു 2500 സ്ക്വയർ ഫീറ്റ് മേലൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി ഒരു വീട്. വീടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കുട്ടിയിട്ട് പെയിന്റൊക്കെ അടിച്ചു, കറണ്ടൊക്കെ കിട്ടി. നാളെ ഞായറാഴ്ച രാവിലെ ഹൗസ് വാമിംഗ് ആണ് സുബഹിക്ക്. പള്ളിക്കുന്ന ഉസ്താദന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പാപ്പാനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മളെ ഇന്ന് രാത്രി ചങ്ങായിമാരൊക്കെ വന്ന് ഏതെങ്കിലും ഫാന് കറങ്ങാത്തതുണ്ടോന്നൊക്കെ നോക്കി, ഏതെങ്കിലും ലൈറ്റ് കത്താത്തതുണ്ടോന്നൊക്കെ നോക്കി, അങ്ങനെ ഒന്ന് എല്ലാം കൊണ്ടും ഉഷാറാക്കി. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഒരു ചോറ് വെച്ചിട്ടില്ലല്ലോ? 8 ആളോ? ബാക്കി 8 ആളെ ഞാൻ എപ്പോഴാ പോവാ? അടുത്ത സെക്ഷനിൽ. ആയിക്കോട്ടെ.
അതുപോലെ ആദ്യം 8 ആള് പോയിട്ട് ചോറിച്ച് വരും, പിന്നെ 8 ആള് പോകും. പക്ഷെ അതങ്ങനെ നടക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? വയത് കേൾക്കണം. നിങ്ങളത് നോക്കിക്കൊണ്ട് എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നോക്കേണ്ടി വരും. അതാണ് സംഗതി. നോക്കാത്ത വയത് നമ്മളെടുത്തില്ല. നമ്മളടുത്ത് എന്ത് വയതേ ഉള്ളൂ? നോക്കണ വയതേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ 8 ആള് പോയി വരുന്നിട്ട് നമുക്ക് മറ്റുള്ളവർ പോകുമ്പോ ഒന്നുകൂടി നോക്കാം. അങ്ങനെ നിങ്ങൾ വരുന്നവരും പോകുന്നവരൊക്കെ നോക്കിങ്ങാണ്ട് ഇങ്ങനെ സമയം കയ്യോളം അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടും പറയാതെ കൂടിയായിട്ട് നമുക്ക് അങ്ങനെ സമയം തീർക്കാൻ ശ്രദ്ധിക്കാത്തതിന്റെ വയത് ഞാൻ പറയില്ല. കാരണം വെറുതെ നമ്മള് അയക്കാരം നമുക്ക് ലോകം പറഞ്ഞൂടെ നാട്ടർത്താൻ വഹല് പറയുമ്പോ പിന്നെ കേക്കണം. പിന്നെ വെറുതെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേക്കുണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോ നമ്മള് കുറച്ച് കഴിയുമ്പോ എന്ത് ചോദിച്ചാല് എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അപ്പൊ അതോടുകൂടെ അത് പറ്റ കഴിയും. കാരണം തിന്നാൻ കിട്ടിയാൽ നല്ല മര്യാദയും അപ്പൊ ആണെങ്കിൽ ഒരു 6 റൂട്ട് ബിസ്ക്കറ്റിന്റെ ഓരോ പൊട്ട് പീസ് ഹൗസിൽ കൊടുത്തു നോക്കിയാൽ കാണാം. വയല് മൊത്തം തീരും. അങ്ങനെ ഉണ്ടാകും. തിന്നാനോ കുടിക്കാനോ കണ്ടാൽ പിന്നെ നമ്മളെ വയല് മൊത്തം കഴിഞ്ഞു. അങ്ങനെയാണ് പൊതുവേ ഉണ്ടാകുക. നൈക്കളോണ്ടും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ കാണാം ഒരു കുറച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ട് വരും. അതോടുകൂടെ വയല് മുഴുവനായിട്ടും കഴിഞ്ഞ മാതിരി അങ്ങനെ ഉണ്ടാകും. അപ്പൊ എല്ലാരും കൂടെ നോക്കാം. നമുക്ക് ഉഷാറായിട്ട് പറയാം.